അങ്ങനെ ആദർശിൻ്റെ തീരുമാനം ഡൈവോഴ്സ് ആണെന്ന് മനസ്സിലാക്കി അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, ഈ സന്തോഷ വാർത്ത വേണുവിനെയും രേവതിനെയും വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അനാമിക, അച്ഛാ അച്ഛൻ അറിഞ്ഞില്ലേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആദർശേട്ടൻ നയനയെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ് അത്രേ. ഈ വാർത്ത വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണല്ലോ മോളെ. അവളൊക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം. അവളൊക്കെ അവിടുന്ന് ഇറങ്ങിയാലേ മോക്ക് നല്ല കാലം ഉണ്ടാവും. എന്നാലേ അവിടുന്ന് കുറച്ചും കൂടി സ്വർണ്ണാഭരണങ്ങളും പണമൊക്കെ അടിച്ചു മാറ്റാൻ സൗകര്യം ഉണ്ടാവും. ഇനി അവളെ പുറകെ തന്നെ ആ നവ്യയും കൂടി അവിടെ നിന്ന് അടിച്ചിറക്കണമെന്ന് വേണു പറയുന്നുണ്ട്. അച്ഛാ, ഈ നയന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നവ്യേൻ്റെ കാര്യം ഞാൻ ഏറ്റു. അവളെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും. എന്നിട്ട് ഞാൻ ഭരിക്കും ഈ അനന്തപുരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനാമിക. അതേ മോളെ, നിന്നെ അനിയും തെറ്റിക്കാൻ നോക്കിയതല്ലേ ആ നയന എന്ന് പറയുന്നവള്. അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് രേവതിയും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവയാനിയെ കണ്ടുകൊണ്ടെന്തേനെ അനാമിക കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനാമികയോട് ദേവയാനി പറയുന്നുണ്ട്, നീയും അനിയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? നിനക്ക് വേണ്ടിയാ അന്ന് ഞാൻ അനിയെ തല്ലിയത് പോലും. അതിൻ്റെയൊക്കെ നന്ദിയോ അറിവും നിനക്കുണ്ടോടി എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് അനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അനാമികയോട്, എടി നീ അധികം സന്തോഷിക്കണ്ട. ആദർശേട്ടൻ നയനടുത്തി ഡൈവോഴ്സ് ചെയ്താൽ പിന്നെ നിന്റെ കാര്യം പോക്കാം. നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. അതിനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് അനി പറയുന്നത് കേട്ട് അനാമിക ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് നിർത്ത്. ആദർശേട്ടന് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക. ആദർശേട്ടന് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി ഉണ്ടല്ലോ, അത് ആദർശേട്ടൻ തന്നെ പൊട്ടിച്ചെറിയട്ടെ. എന്നാൽ മാത്രമേ ഞാൻ ആദർശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്ന് നാന പറയുമ്പോൾ ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്താ ആദർശേട്ടാ മടിച്ചു നിൽക്കുന്നേ? എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി ആദർശേട്ടൻ തന്നെ പൊട്ടിച്ചു കളഞ്ഞേക്കൂ എന്നും പറഞ്ഞ് ആദർശിൻ്റെ അടുത്തേക്ക് നാന വരികയാണ്. പക്ഷെ ആദർശിന് താലി പൊട്ടിച്ചെറിയാൻ പറ്റുന്നില്ല. ദേവയാനിയുടെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, ആദർശ് താലി പൊട്ടിച്ചെറിയോ എന്നുള്ളത്. അങ്ങനെ സംഭവിക്കുമെന്നുള്ള പേടി കൊണ്ട് ദേവയാനി ആദർശിനോട് പറയുന്നുണ്ട്, ഇനി നാന എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ താലി പൊട്ടിച്ചെറിയുന്നതാണോ ഒരു പരിഹാരമുള്ളത്? അതിന് മാത്രമുള്ള തെറ്റൊന്നും ഇവള് ചെയ്തിട്ടില്ല. ഈ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി ആദർശ് മോൻ ഏതായാലും ആ നായനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. പിന്നെ എന്തിനാ അവളെ കഴുത്തിലെ ആ താലി? മിണ്ടിപ്പോകരുത് നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ദേവയാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ആദർശ് നാനയുടെ അടുത്തേക്ക് വന്ന് ആ താലിമാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, നീ എന്താ ആദർശയെ കാണിക്കുന്നത്? അതിന് മാത്രം തെറ്റൊന്നും നാന ചെയ്തിട്ടില്ല പറഞ്ഞുകൊണ്ട് ആദർശിൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി. ഈ അടി കിട്ടിയതോടെ ആദർശ് പറയുന്നുണ്ട്, എന്നെ അമ്മ തല്ലിയല്ലേ ഇവൾക്ക് വേണ്ടി. ഇത് കേട്ടോടെ തന്നെ ദേവയാനി പറയുന്നുണ്ട്, അതേടാ ഇപ്പം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം എൻ്റെ നായന മോളെയാ. നീ ഇവളെ താലി തൊട്ട മകനാണെന്ന് പോലും ഞാൻ നോക്കില്ല. നയനയെ മൈൻഡ് ചെയ്യാതെ ആദർശം എന്ത് ചെയ്യുന്നുണ്ട്, നയനയുടെ കൈ പിടിച്ചിട്ട് ഇറങ്ങടി വിടുന്നേ, ഇനി നിനക്ക് ഇവിടെ സ്ഥാനമില്ല എന്നും പറഞ്ഞ് നയനയെ പുറത്താക്കുന്നുണ്ട്. സമയത്ത് നാന പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദർശേട്ടാ, ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം. പക്ഷേ ഞാനിവിടുന്ന് പോകുമ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആദർശേട്ടൻ്റെ കുഞ്ഞും ഉണ്ടാവും. ഞാൻ 2 മാസം ഗർഭിണിയാണെന്ന സത്യം നായന ആ സമയത്ത് ആദർശനോടും ദേവയാനിയോടും വെളിപ്പെടുത്തുന്നുണ്ട്. ആദർശേട്ടന് എന്നെ വേണ്ടെങ്കിലും അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാം, അമ്മയെ അത്രയ്ക്കിഷ്ടമാണ് എന്ന് നായന കണ്ണീരോട് പറയുന്നുണ്ട് കേട്ടോ. ആദർശിൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് നാനയെ ആ പടി ഇറങ്ങാൻ ആദർശും ദേവയാനും സമ്മതിക്കുമോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.